പാലസ്തീൻ അംഗീകാരം നൽകി പല രാജ്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. ഫ്രാൻസ്, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ വന്നപ്പോൾ ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ വെല്ലുവിളി തുടരുകയാണ്. ഈ രാജ്യങ്ങൾ പൊതുവെ സൗഹൃദത്തിലാണ്. ആ സൗഹൃദ ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കുമോ? അടിസ്ഥാനപരമായി അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമെല്ലാം ഒരേ വള്ളത്തിൽ സഞ്ചരിക്കുന്നവരാണ്. പക്ഷേ കൃത്യമായ ചില വിഷയങ്ങളിൽ യൂറോപ്പിന് വ്യത്യസ്തമായ ഒരു നിലപാടുണ്ട്. അമേരിക്കയുടെ നിന്നും വ്യത്യസ്തമായൊരു നിലപാട്. അതാണ് ഇവിടെ പലസ്തീനിയൻ വിഷയത്തിൽ കണ്ടിരുന്നത്. മുൻപെങ്ങും കാണാത്ത രീതിയിലുള്ള ആർജവം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കാട്ടുന്നു. പലസ്തീനിയൻ കോസ് ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്രിട്ടൻ്റെ റോള് വളരെ പ്രിക്കേറിയസ് ആണ്. 1917 ബാൽഫോർ ഡിക്ലറേഷൻ, അതാണ് യഥാർത്ഥത്തിൽ ജൂത രാഷ്ട്രത്തിനുള്ള ഉടുംഭാവം നൽകിയത്. ആ ഒരു ബാൽഫോർ ഡിക്ലറേഷൻ അത് ബ്രിട്ടൻ്റെ ഒരു സംഭാവനയാണ്. ഒരു നൂറ്റാണ്ടിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 108 വർഷത്തിന് ശേഷം ബ്രിട്ടൻ തത്വത്തിൽ അംഗീകരിക്കുന്നു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. 1948 ബ്രിട്ടീഷ് മാൻഡേറ്റ് അവസാനിച്ച് ഇസ്രായേൽ രൂപപ്പെട്ടപ്പോൾ ഒരു പലസ്തീനിയൻ രാഷ്ട്രം സാധ്യമാക്കി കൊടുക്കാൻ സാധിച്ചില്ല. 1993 95 ഓസ്ലോ കരാറുകളുടെ അടിസ്ഥാനത്തിൽ പലസ്തീൻ രൂപീകൃതമാകും എന്ന് കരുതിയെങ്കിൽ പോലും വെസ്റ്റേൺ പവേഴ്സിന് അത് സാധ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഏക കാരണം അമേരിക്ക പിടിച്ച കടുംപിടുത്തമാണ്. ഇപ്പോഴിതാ അമേരിക്കയുടെ കടുംപിടുത്തം തുടരുമ്പോഴും അമേരിക്കയും ഇസ്രായേലും മാത്രമായി ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇക്കാലത്തും ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്കയോടൊപ്പം നിന്ന രാജ്യമാണ് ബ്രിട്ടൻ. ഫ്രാൻസ് പലപ്പോഴും മാറിയും മറിഞ്ഞു നിന്നു. ആത്യന്തികമായി അമേരിക്കൻ ചേരിയിൽ തന്നെയാണ്. നെറ്റോ അംഗരാജ്യവുമാണ്. ഇപ്പം 4 രാജ്യങ്ങൾ UN സെക്യൂരിറ്റി കൗൺസിലിലെ വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗങ്ങളിൽ 4 രാജ്യങ്ങൾ, അതിൽ 2 ചൈനയും റഷ്യയും എക്കാലത്തും പലസ്തീനിയൻ കോസിനോടൊപ്പമാണ്. ഇപ്പോഴിതാ ബ്രിട്ടനും ഫ്രാൻസും കൂടെ ഈ ബാൻഡ് വാഗണിൽ കയറിയിരിക്കുന്നു. അതിനർത്ഥം സെക്യൂരിറ്റി കൗൺസിലിൽ പ്രമേയം വരുമ്പോൾ അമേരിക്ക വെടിനിർത്തൽ പ്രമേയം ഉൾപ്പെടെ വീറ്റോ ചെയ്യും. വെടിനിർത്തൽ തന്നെ വീറ്റോ ചെയ്യുമ്പോൾ പിന്നെ പലസ്തീൻ രാഷ്ട്ര രൂപീകരണ പ്രമേയം വരുമ്പോൾ ഉറപ്പായും വീറ്റോ ചെയ്യുമല്ലോ. പക്ഷെ അത് ഒരു വശം. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ ഇപ്പോൾ പൊതുസഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം വരുമ്പോൾ നിലവിൽ 148 രാജ്യങ്ങൾ, 193 രാജ്യങ്ങൾ, 148 രാജ്യങ്ങളും പലസ്തീൻ സ്വതന്ത്ര പരമാധികാര രാജ്യമാകണം എന്ന ഒരു താല്പര്യത്തിൽ നിൽക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ. അവിടെ കൃത്യമായി ഇതിനെ എതിർക്കുന്നത് 10 രാജ്യങ്ങൾ, അമേരിക്കയും ഇസ്രായേലും അർജന്റീനയും ഒക്കെ ഉൾപ്പെടെ 10 രാജ്യങ്ങൾ മാത്രമേ ഇതിനെ കഠിനമായി എതിർക്കുന്നുള്ളൂ. അതിനർത്ഥം ദർ ഇസ് ഓൾമോസ്റ്റ് എ ഗ്ലോബൽ കൺസെൻസസ് സാൻസ് അമേരിക്ക ആൻഡ് ഇസ്രായേൽ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദം മുറുകിയിരിക്കുന്നു. ഒക്ടോബർ 7, 2023 ശേഷം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉദ്ദേശിച്ച ഒരു രീതിയിലുള്ള ഒരു മേൽക്കോയ്മ ലഭിച്ചു എന്ന് പൊതുവെ കരുതുമ്പോഴും യഥാർത്ഥത്തിൽ ലോക മനസാക്ഷി ആദ്യം ഇസ്രായേലിനോടൊപ്പം ഉണ്ടായിരുന്നു. 2 വർഷമായി തുടരുന്ന നരഹത്യ ലോക മനസാക്ഷിയെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഇസ്രായേലിനെ സ്വതന്ത്ര പരമാധികാര രാജ്യമായി നിലനിൽക്കാനുള്ള അവകാശം അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പുതിയതായി രൂപീകരിക്കപ്പെടുന്ന പലസ്തീൻ, രൂപീകരിക്കുന്നു എന്ന് പറയാനാവില്ല, രൂപീകരിച്ചാൽ ആദ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ഇസ്രായേലിനെ നിലനിൽക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അപ്പം അത് ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു പരിഹാരമാണ് ആവശ്യം. പക്ഷേ അതിന് അമേരിക്കയുടെ മനസ്സ് ഇതുവരെ പാകപ്പെട്ടിട്ടില്ല. അതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം വരുന്നു. നിങ്ങൾ എന്ത് വേണമെങ്കിലും പാസ്സാക്കിക്കോളൂ, ഐക്യരാഷ്ട്ര സംഘടന പാസ്സാക്കുകയോ ബ്രിട്ടനും ഫ്രാൻസും പോർച്ചുഗലും ഒക്കെ അടങ്ങുന്ന യൂറോപ്യൻ സമൂഹം എന്ത് തീരുമാനമെടുത്തോളൂ, ഞങ്ങൾക്കത് ബാധകമല്ല. വെസ്റ്റ് ബാങ്കിന് പടിഞ്ഞാറേക്ക്, അതായത് റിവർ ജോർഡാൻ നദിയുടെ പടിഞ്ഞാറേക്ക് പാലസ്തീൻ രാജ്യം ഉണ്ടാകും എന്നത് വ്യാമോഹം മാത്രമാണ്. ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് അമേരിക്കയുടെ പിന്തുണയുടെ പിൻബലത്തിലാണ്. അതാണ് സാഹചര്യം. അല്ല, നിലവിലെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് വർഷങ്ങളായി പാലസ്തീൻ്റെ ആവശ്യമായിരുന്നല്ലോ സ്വതന്ത്ര രാഷ്ട്രം, പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നു? ഫ്രാൻസ് അടക്കമുള്ള, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ പിന്തുണ പ്രഖ്യാപിക്കുന്നത്? ബ്രിട്ടീഷ് ഭരണകൂടം മാറി. അതായത് ഋഷി സുനക് മാറി, കെയർ സ്റ്റാമർ ഭരണത്തിലെത്തി, ലേബർ പാർട്ടി ഭരണത്തിലെത്തി. നോക്കൂ, കൺസർവേറ്റീവ് പാർട്ടി ഭരിച്ചിരുന്ന സമയത്ത് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ മുറവിളി ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു, ലേബർ പാർട്ടിയുടെ ഭരണകാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്ലെമന്റ് ആറ്റ്ലി
പ്രധാനമന്ത്രിയായി ബ്രിട്ടനിൽ ചുമതല ഏറ്റെടുത്തപ്പോഴാണ് 47-ൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ വിജയിച്ചു നിൽക്കുകയാണ്. അപ്പോഴും പരിക്കേറെ പറ്റി. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ പരാജയപ്പെടുകയും ലേബർ പാർട്ടിയുടെ നേതാവ് ക്ലെമന്റ് ആറ്റ്ലി പ്രധാനമന്ത്രിയാവുകയും ചെയ്തപ്പോഴാണ് സ്വാതന്ത്ര്യം സാധ്യമായത്. അപ്പോൾ എപ്പോഴും ലേബർ പാർട്ടിയുടെ ഒരു നിലപാട്, ലേബർ ഒരു പ്രോഗ്രസീവ് അല്ലെങ്കിൽ ഒരു ഡീകോളനൈസേഷൻ നിലപാടാണ്, അധിനിവേശ വിരുദ്ധ നിലപാടാണ്. കമ്പാരറ്റീവ്ലി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും കമ്പാരറ്റീവ്ലി വ്യത്യസ്തമാണ്. അതൊരു കാരണം. 2, ലേബർ പാർട്ടിയുടെ വോട്ട് ബേസിൽ നല്ലൊരു പങ്ക് കളേർഡ് ആൻഡ് ഇന്ത്യൻ ആൻഡ് അറബ് വംശജരൊക്കെ തന്നെയാണ്. കൺസർവേറ്റീവ് പാർട്ടിക്ക് ആ നിലപാടായിക്കൊള്ളണം എന്നില്ല. കുടിയേറ്റ വിരുദ്ധത ഏറെ അനുഭവിക്കുന്ന രാജ്യം കൂടിയാണ് ബ്രിട്ടനെന്ന് ഞാൻ മറക്കുന്നില്ല. അതെല്ലാം ഉണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് സഭ്യതയുടെ എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടു. 2 വർഷമായി തുടരുന്ന യുദ്ധം വെടിനിർത്തൽ ഉണ്ടാകണം, ബന്ദികളെ കൈമാറണം, 2 രാജ്യങ്ങൾക്കും സ്വതന്ത്രമായി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഈ 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് ഇസ്രയേലിനോട് പല ആവർത്തി ബ്രിട്ടൻ ആവശ്യപ്പെട്ടു. കെയർ സ്റ്റാമർ ഭരണകൂടം ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ മാസം വരെയാണ്, ഒരു പ്രത്യേക ദിവസം വരെയാണ് ഡെഡ് ലൈൻ കൊടുത്തിരുന്നത്. ആ ഡെഡ് ലൈൻ അവസാനിച്ചിരിക്കുന്നു. സ്വാഭാവികമായി ബ്രിട്ടൻ അതിന് പ്രഖ്യാപനം നടത്തി. അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഫ്രാൻസും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. വൻ ശക്തികളാണ് യൂറോപ്പിലെ ഇപ്പോഴും അവശേഷിക്കുന്ന യൂറോപ്യൻ ശക്തികളാണ്. അപ്പം അതുകൊണ്ട് അമേരിക്കയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ? സാരമില്ല. ട്രംപിന്റെ ഒരു പോളിസി അനുസരിച്ച് ഒന്നും സാരമില്ല. തങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ തങ്ങൾ ഏതറ്റം വരെ വേണമെങ്കിലും പോയി ഇസ്രയേലെ ഡിഫെൻഡ് ചെയ്യും. പക്ഷേ ഇതിനകത്തൊരു വിരോധാഭാസമുണ്ട്. ട്രംപ് സ്റ്റാൻഡ് ഫോർ പീസ്, വെടിനിർത്തലിന് വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷെ വെടിനിർത്തൽ പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ആദ്യം വീറ്റോ ചെയ്യുന്നതും അമേരിക്ക തന്നെയാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിലും അമേരിക്ക സംസാരിക്കുന്നു. വെടിനിർത്തലിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നതിനോടൊപ്പം തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വെടിനിർത്തലാണ് വേണ്ടത്. അതായത് ഹമാസിന് ഇപ്പോൾ സാധ്യതയുള്ളൊരു കാര്യം ഇതാണ്. കൺസെൻസസ് ഇങ്ങനെയാണ്: ഹമാസ് ഒക്ടോബർ 7, 2023 ചെയ്തതിനെ അപലപിച്ചുകൊണ്ടും ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പാലസ്തീനിയൻ സംവിധാനത്തെ പ്രൊപ്പപ്പ് ചെയ്തുകൊണ്ടും അതുപോലെ പാലസ്തീൻ അതോറിറ്റിയെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടും മുഹമ്മദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനിയൻ അതോറിറ്റിയെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടും ഉള്ള ഒരു പരിഹാരം, അത് ഇസ്രയേലും കൂടെ വഴങ്ങണം. അമേരിക്കയുടെ അനുഗ്രഹാശിസുകളും വേണം. അതിനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് ചിന്ത. ഈ ഹമാസിന്റെ ഒരു ഇരവാദമുണ്ടല്ലോ, അത് ഇപ്പോൾ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഒരു ഇരവാദത്തിന് അവർ വേട്ടയാടുന്നു എന്നൊരു ചിന്ത എല്ലാ വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതായി തോന്നുന്നുണ്ടോ? അതിന്റെ ഒരു ബലമാൻ കൂടിയാണല്ലോ ഇസ്രായേലിനെതിരെ ഉയരുന്ന ഒരു പൊതുവികാരം. ഹമാസ് ഒരേ സമയം നായകരും പ്രതിനായകരുമാണ്. അപൂർവം ചില പലസ്തീനിയൻ ഗ്രൂപ്പുകളുടെ മനസ്സിലല്ലാതെ ഹമാസ് ആർക്കും നായകരല്ല. പിന്നെ സിവിലൈസേഷനലി, കൾച്ചറലി, മതപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന, ലോകത്തിന്റെ പല ഭാഗത്തിലും ചിന്തിക്കുന്ന പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹമാസ് പോരാട്ട വീര്യം കാട്ടുന്നു, ഇസ്രയേലിനോട് പിടിച്ചു നിൽക്കുന്നു. അങ്ങനെ ചില ഹീറോ വർഷിപ്പുകൾ ഉണ്ട്. അതൊരു വശം. പക്ഷെ ഹമാസ് ചെയ്തത് തെറ്റ് തന്നെയാണ്. അതല്ല മാർഗം, വേറെ മാർഗമുണ്ട്. അപ്പോൾ അറബ് രാജ്യങ്ങൾക്കുൾപ്പെടെ ഹമാസിനോട് ഈ പറയുന്ന പ്രതിപത്തി ഒന്നും തന്നെ ഇല്ല. അവരൊരു ബാധ്യതയാകുന്നു എന്ന ചിന്ത പല അറബ് രാജ്യങ്ങൾക്കുമുണ്ട്. പക്ഷെ ഹമാസിനെ വേറിട്ട് കാണണം. ഹമാസ് അല്ല പലസ്തീൻ. പലസ്തീൻ കോസ് എന്ന് പറയുമ്പോൾ അത് ഹമാസിന്റെ മാത്രം കോസ് അല്ല. വെസ്റ്റ് ബാങ്കിലെ ആളുകൾ ഹമാസിനെ അംഗീകരിക്കുന്നില്ല. അവിടുത്തെ ഭരണകൂടം, ഫത്ത പാർട്ടിയുടെ ഭരണകൂടം ഹമാസിനെ അംഗീകരിക്കുന്നില്ല. അത് മാത്രമല്ല, ഹമാസ് ആണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ഹമാസിനെ വളർത്തി വലുതാക്കിയതും ഇസ്രയേലാണെന്ന് ഓർക്കണം. PLOയ്ക്കെതിരെ, യാസർ അറാഫത്തിന്റെ PLOയ്ക്കെതിരെ ഈ പറയുന്ന ഹമാസിനെ 80കളിൽ സൃഷ്ടിച്ച് വളർത്തിയത് ഇസ്രയേലാണ്. ഇപ്പോൾ പാല് കൊടുത്ത കൈക്ക് തന്നെ ഹമാസ് കടിച്ചിരിക്കുന്നു. ഇതാണ് ഒരു വിരോധാഭാസം. അതുകൊണ്ട് ഹമാസിനെ ഒരു കാരണവശാലും അറബ് രാജ്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. ഇസ്രയേൽ ഒരു കാരണവശാലും ഇപ്പോഴത്തെ നിലയിൽ അംഗീകരിക്കില്ല. ഹമാസ് ഒഴിവായിക്കൊണ്ടുള്ള ഒരു പലസ്തീനിയൻ ഫോർമുല, ഇസ്രയേലിനും കൂടെ അംഗീകരിക്കാവുന്ന ഒരു ഫോർമുല മുന്നോട്ട് വെച്ചാൽ അതേക്കുറിച്ച് വർഷങ്ങളോളം ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. ആത്യന്തികമായി ഒരുപക്ഷെ പലസ്തീൻ രാഷ്ട്രം സാധ്യമായേക്കാം. പക്ഷേ ഉടനടി ഈ കാരണം, അതായത് ഇപ്പോൾ പലസ്തീൻ രാഷ്ട്രം സാധ്യമായാൽ അതിനർത്ഥം എന്താണ്? ഹമാസ് യുദ്ധം ചെയ്ത് നേടിയെടുത്തു എന്ന വ്യാഖ്യാനം അത് ഇസ്രയേൽ ഒരു കാരണവശാലും, ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷങ്ങൾക്ക് മാത്രമല്ല, ഇസ്രയേലിലെ മധ്യവിഭാഗം പാർട്ടികൾക്കും അത് സ്വീകാര്യമാവില്ല. അമേരിക്കയ്ക്കും അത് സ്വീകാര്യമാവില്ല. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഒരു നിലപാടാവും ഉണ്ടാവുക. അതുകൊണ്ട് ഹമാസിന്റെ പോരാട്ട വിജയമായി സ്വതന്ത്ര പലസ്തീൻ രാജ്യത്തെ ഒരിക്കലും വിവക്ഷിക്കാനാവില്ല. പക്ഷെ പലസ്തീൻ ജനതയുടെ കോസ്, അതിനോടൊപ്പമാണ് ലോക മനസാക്ഷി. യാതൊരു സംശയവുമില്ല. പലസ്തീൻ ജനതയും ഹമാസും ഒന്നാണ് എന്ന വിവക്ഷ ഉണ്ടാവരുതെന്ന് മാത്രം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.